പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാട്ടുപശ്ശേരി ചന്തയിലാണ് നിൽക്കുന്നത്. നമ്മളൊരു സുഹൃത്ത് വന്നിട്ടുണ്ട് ഒരു പോത്തിനെ വാങ്ങാൻ വേണ്ടി. നമ്മൾ അവർക്ക് ഇത്തിരി അത്യാവശ്യം സൈസുള്ള പോത്തിനെ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നിൽക്കുന്ന രണ്ട് പോത്തിനും കൂടി 1 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 50,000 രൂപ മെയിൻ ചോദിക്കുന്നുണ്ട് ഓരോ പോത്തിനും. അത്യാവശ്യം ഇറച്ചിയേറിയ പോത്ത് തന്നെയാണ്. ഇവിടെയും ഒരു പോത്ത് നിൽപ്പുണ്ട്. വലിയ പോത്തുകൾ കുറച്ചേ വന്നിട്ടുള്ളൂ. കുടിപ്പോത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വളർത്തു കുട്ടികളും വന്നിട്ടുണ്ട്. ഒരു 8,000 രൂപ തൊട്ട് പോത്ത് കുട്ടികളെ കിട്ടും. ചെറിയ പോത്ത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ നമ്മൾ ചന്തയ്ക്കകത്തോട്ട് പോയി കുട്ടികളെയൊക്കെ നോക്കാം. ഇവിടെ ഒരു പിടിവലി നടക്കുകയാണ്. ചൊടാവില്ലോ എന്നറിയില്ല, നോക്കാം. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 7 മണി മുതലാണ് ഇവിടെ ചന്ത. ഓക്കെ, അത് കച്ചവടമായിരിക്കുകയാണ്. വേറെ ആളിവിടെ വന്ന് സംസാരിച്ച് അത് കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ചെറിയ വളർത്തുകുട്ടികൾ നിൽപ്പുണ്ട്. ഒരു 15 രൂപ 16 രൂപ ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന പോത്തുകുട്ടികൾ നിൽപ്പുണ്ട്. പല സൈസിലുള്ള കുട്ടികളുണ്ട്. അതിൽ കുറഞ്ഞ ഒരു 8 രൂപ 10 രൂപ ആ റേഞ്ചിലുള്ള കുട്ടികളുമുണ്ട്. മൂരികളും പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ചന്തയിൽ. നമ്മൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി. കറവ പശുക്കളാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം പല റേറ്റിനുള്ള കറവ പശുക്കളുണ്ട്. 17 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന പോത്തുകുട്ടികളാണ് ഈ നിൽക്കുന്നത്. 17 രൂപ മുതൽ 21,000 രൂപ വരെയുള്ള പോത്തുകുട്ടികളാണ് ഈ നിൽക്കുന്നത്. നല്ല അത്യാവശ്യം ഇടനീളോ ഹൈറ്റൊക്കെ ഉള്ള ഒരു 50 കിലോ 60 കിലോ ഒക്കെ അടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ്. അടുത്ത വർഷത്തേക്ക് നല്ല ചിമിട്ട പോത്തുകളാവും. ഇവിടെയും പോത്തുകുട്ടികളാണ് നിൽക്കുന്നത്. വളർത്തു കുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത്. ചെറിയ കുട്ടികളെ മേടിക്കാൻ ഇപ്പോൾ ലാഭമുണ്ട്. സൈസ് ഒരു 50 കിലോ 60 കിലോയ്ക്ക് മേളിലോട്ട് മീറ്റ് വരുന്നതിനാണ് അത്യാവശ്യം വില വരുന്ന ചന്തയിൽ. കാരണം ആ സൈസ് പോത്തുകളാണ് ഇപ്പോൾ എല്ലാവരും വാങ്ങുന്നത്. ഇനി ഒരു 3 മാസമേ ഉള്ളൂ പെരുന്നാളിന്. അപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയ പോത്തുകൾക്ക് ഇപ്പോൾ ഡിമാൻഡുണ്ട്. നിൽക്കുന്നതൊക്കെ നല്ല ഡിമാൻഡുള്ള പോത്തുകളാണ്. ഇതിന് നമ്മൾ വില ചോദിച്ചിരിക്കുകയാണ് 42,500 അവർ ചോദിക്കുന്നുണ്ട്. 42,500 രൂപ അവർ ചോദിച്ചിട്ടുണ്ട്. പല സൈസിലുള്ള പോത്തുകൾ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട്. ഇതൊക്കെ ഒരു 17 രൂപ 16 രൂപ റേഞ്ചിൽ വിൽപ്പന നടക്കുന്ന കുട്ടികളാണ്. ഇവിടെ ചെറിയ കുട്ടികൾ ഇതായി ഭാഗത്തുണ്ട്. ചെറിയ കുട്ടി അവിടെ ഒരു പോത്തുകുട്ടിയുടെ കച്ചവടം നടക്കുന്നത്. അവിടെ ഒരു ജല്ലിക്കെട്ട് സൈസ് കാണാം. ഇവിടെ നിൽപ്പുണ്ട്. ജല്ലിക്കെട്ട് സൈസാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വില ലഭ്യമല്ല. അവിടെ ഒരു പോത്തുകുട്ടിക്ക് എല്ലാവരും വട്ടം കൂടി ഇത് വില പറയുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കച്ചവടമാവോ ഇല്ല എന്ന് നോക്കാം. ചെറിയ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അത് തമിഴ്നാട് കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. തമിഴ്നാട് കുട്ടികൾ എല്ലാം നിൽക്കുന്നത് തമിഴ്നാട് കുട്ടികളാണ്. അത് കച്ചവടമായിരിക്കുകയാണ്. 8,000 രൂപയ്ക്ക് കച്ചവടമായിട്ടുണ്ട്. 8,000 രൂപയ്ക്ക് കച്ചവടമാക്കിയിട്ടുണ്ട് ഈ ഒരു പോത്തുകുട്ടിയെ. തമിഴ്നാട് കുട്ടിയാണ്. 8,000 രൂപ കുഴപ്പമില്ല. അടുത്ത വർഷത്തേക്ക് പോത്ത് ആവും. ഇവിടെയും പോത്തുകൾ നിൽപ്പുണ്ട്. പോത്ത് എരുമയൊക്കെ നിൽപ്പുണ്ട്. പല റേറ്റിനുമുള്ള പോത്ത് എരുമകൾ നിൽപ്പുണ്ട്. 8,000 രൂപ പോത്തുകുട്ടിയാണ് കണ്ടത് നിങ്ങൾ. ഇവിടെ സൈസ് പോത്തുകളാണ് നിൽക്കുന്നത് ഈ ഭാഗത്ത്. നമ്മൾ 2 എണ്ണത്തിനൊക്കെ വില പറഞ്ഞു. പക്ഷെ വിലയിലും അങ്ങോട്ട് ഒക്കാത്തത് കൊണ്ട് വീണ്ടും നമ്മൾ ചന്തയ്ക്കകത്ത് തന്നെ കറങ്ങുകയാണ്. കുട്ടികൾ കുറവാണ്. അതിൻ്റെയൊക്കെ വില പറയും. വില പറയും. 18 രൂപ 19 രൂപ 20 രൂപ അങ്ങനെ 18 രൂപ 19 രൂപ പല റേറ്റിലുള്ളതുണ്ട് അല്ലേ? അല്ല, ആന്ധ്ര കുട്ടിയല്ലേ? ആന്ധ്ര കുട്ടികൾ. ആ, ചുവന്ന മോറ ഇല്ലെന്നുള്ളല്ലേ? ആ, 18 രൂപ 20 രൂപ 21 രൂപ ആ റേഞ്ചിലുള്ള കുട്ടികളാണ്. പത്രമല്ലേ ഉള്ളു. ആവശ്യമുള്ളവർ വിളിക്കുക. കുട്ടികളാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ ഈ ഒരു പോത്തുകുട്ടിയെ വാങ്ങിയിരിക്കുകയാണ്. അവർ 42,500 രൂപയാണ് എന്നെ ചോദിച്ചത്. നമ്മളൊരു 26,000 രൂപ തൊട്ട് തുടങ്ങി 26, 28, 30 പറഞ്ഞിട്ട് നമ്മൾ കളഞ്ഞിട്ട് പോയതാണ്. അവസാനം നമ്മൾ ഇതിനെ തന്നെ വാങ്ങിയിരിക്കുകയാണ്.
അത്യാവശ്യം ഒരു 80-85 കിലോ മീറ്റ് വരുന്ന പോത്താണ്. ഒരു 3 മാസം കൊണ്ടൊക്കെ അത്യാവശ്യം 100-120 കിലോയ്ക്ക് അടുത്ത് നല്ല തീറ്റയൊക്കെ കൊടുത്താൽ കയറി വരും. നല്ല ഹൈറ്റ് ഇടനീളമുള്ള നല്ല തല ഭംഗിയുള്ള പോത്തുകുട്ടിയാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവനെ അഴിച്ച് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കൊല്ലത്തുള്ള പാർട്ടിയാണ് വന്നത്. വണ്ടിക്ക് 1000 രൂപ വേണം ഇവിടുന്ന് അവിടെ പോകാനായിട്ട്. 1000 രൂപയാണ് വണ്ടി ചാർജ് പറഞ്ഞിരിക്കുന്നത്. ഒരു 24 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊല്ലം ഐത്തിലാണ്, ബൈപ്പാസ് ആ ഭാഗത്താണ് അവർ ഇറക്കുന്നത്. അവനെ കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവർ യാത്രയാകുകയാണ്. നമ്മൾ 30 രൂപ പറഞ്ഞ് കളഞ്ഞിട്ട് പോയതാണ്. പിന്നെ അത്യാവശ്യത്തിന് നല്ല കുട്ടിയായതുകൊണ്ട് നമ്മൾ വാങ്ങിയതേ ഉള്ളൂ. 32,000 രൂപയ്ക്കാണ് നമ്മൾ കുട്ടിയെ വാങ്ങിയത്. 32,000 രൂപയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ പറ്റിക്കുക. നല്ല സൈസ് കുട്ടി തന്നെയാണ്. ഇതൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ അവർ വണ്ടി യാത്ര ആയിരിക്കുകയാണ്. നമ്മളും തിരിച്ച് പോവുകയാണ്. ഇവിടെ ചെറിയ കുട്ടികൾ കിടപ്പുണ്ട്. 8,000, 9,000, 10,000-ൻ്റെ കുട്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ചന്തയിൽ വരിക. വൈകുന്നേരം 7 മണി വരെ ചന്ത ഉണ്ടായിരിക്കുന്നതാണ്. തൂക്കിയിടാൻ തൂക്കിയെടുക്കാം. കിലോ 120 രൂപ നിരക്കിൽ തൂക്കിയെടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ പോത്ത് വളർത്തൽ തുടങ്ങാൻ പറ്റിയ കുട്ടികൾ ഇപ്പോൾ ചന്തയിൽ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാം. ഓക്കെ, ബായ്.